ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് എങ്ങോട്ട് എന്നുള്ളതിൻ്റെ അടുത്ത ഒരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്കൊരു ഹ്യൂജ് അഫായി ബൈസ് വന്നു. സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. തിങ്കൾ ചൊവ്വ ഈ 2 ദിവസങ്ങളിലും മാർക്കറ്റ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ പുറത്ത് അത് സീസ് ഫയർ വന്നെന്ന് പറഞ്ഞു, പിന്നെ വന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നിഫ്റ്റി ഫസ്റ്റ് ടൈം കഴിഞ്ഞ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക് മുതൽ ഏപ്രിൽ വരെയുള്ള ആ ലെവലിൽ നിങ്ങളൊരു ഫിബോനസി എടുത്താൽ ആദ്യമായിട്ട് നിഫ്റ്റി ഇന്നലെ തിരിച്ച് വീണ്ടും ഹൈ മൊമെൻറ്റം സോണിലേക്ക് കയറുന്ന അവസാനത്തെ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റി ഇന്നലെ ഒന്ന് താഴെ പോയത്. ഇന്നും നിഫ്റ്റി വീണ്ടും ട്രൈ ചെയ്തു ആ റെസിസ്റ്റൻസിനെ അത് ക്രോസ് ഓവർ ചെയ്യാനായിട്ട്. പക്ഷേ ക്രോസ് ഓവർ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോഴും സംതിങ് അറൗണ്ട് 100-150 പോയിൻറ്റ്സ് താഴെയാണ് ആ ഫൈനൽ റെസിസ്റ്റൻസ് സോണിൽ നിന്ന്. ദാറ്റ് മീൻസ് ആ സോണൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഹൈ മൊമെൻറ്റം സോണിലേക്ക്, ഓൾ ടൈം ഹൈ സോണിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സോ അത് ക്രോസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെ മാറിയിട്ട് മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സമയമാണ്. നമുക്കറിയാം, നമുക്ക് കാണാൻ സാധിക്കും ക്രൂഡ് ഓയിൽ എന്തുമാത്രം താഴ്ന്നു പോയി കഴിഞ്ഞ 2 ദിവസം കൊണ്ട്. ക്രൂഡ് ഓയിൽ വന്ന ഒരു കൊളാപ്സ് എന്ന് പറയുന്നത് ഇന്ത്യ കണക്കൊരു എമർജിംഗ് മാർക്കറ്റിന് എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇനിയാണ് പ്രൈസ് ആക്ഷൻ ടേക്ക് ഓവർ. ന്യൂസിൽ നിന്നും മാർക്കറ്റ് മാറിയിട്ട് പ്രൈസ് ആക്ഷനിലേക്കുള്ള ഒരു മൊമെൻറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ ക്വാർട്ടർ കസ്പിലാണ് നിൽക്കുന്നത്. ഒരു ക്വാർട്ടർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള 15 ഡേയ്സും ക്വാർട്ടർ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് 15 ഡേയ്സ് കുറിച്ചാണ്. 30 ഡേയ്സാണ് ക്വാർട്ടർ കസ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് ചേഞ്ച് വരുന്ന സമയമാണിത്. നമുക്ക് എക്സലൻറ്റ് ഒരു മാനുഫാക്ചറിങ് ഡേറ്റയാണ് കിട്ടിയത്. എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടറിൽ ഈ മാനുഫാക്ചറിങ് ഡേറ്റ കാണിക്കുന്നത് ഹ്യൂജ് എക്സ്പോർട്ടും ആ എക്സ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഹ്യൂജ് പ്രൊഡക്ഷനുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് പ്രസൻറ്റ് ഡോളർ കുറേക്കൂടെ സ്ട്രോങ് ആണ് റുപ്പിയായിട്ട്. ഇതൊക്കെ എക്സ്പോർട്ട് കമ്പനികൾക്ക് വലിയ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയിൽ വല്ലവർ കൂടുതലുള്ള മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ്റെ കയ്യിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് Q1 റിസൾട്ട്സ് വർക്കൗട്ട് ചെയ്യുന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ആഴ്ച മുതൽ NSE നമ്മൾ ചെക്ക് ചെയ്താൽ ഒരുപാട് നല്ല കമ്പനീസൊക്കെ അവരുടെ ബിസിനസ് ഇൻപുട്ട് കഴിഞ്ഞ 3 മാസം അവരുടെ ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻപുട്ട് അവർ NSEക്ക് അവർ ഫയൽ ചെയ്യും. ശരിക്കും ഇങ്ങനത്തെ കമ്പനികളെ കണ്ടെത്താൻ ശ്രമിക്കുക. ഇങ്ങനെ കമ്പനികളിൽ അവരെന്തുകൊണ്ടാണ് ബിസിനസ് ഇൻപുട്ട് വന്നത്, അവരുടെ റെക്കോർഡ് സെയിൽസ് ആണോ, എബിറ്റയിൽ വൻ വർധവ് സംഭവിച്ച, അവർക്ക് എക്സലൻറ്റ് ഓർഡർ എക്സ്പോർട്ടായിട്ട് കിട്ടിയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ കമ്പനികളിൽ പ്രൈസിൽ വലിയ എക്സ്കലേഷൻ വരാതെ തന്നെ ഹ്യൂജ് ആയിട്ടുള്ള വോളിയം ഡെവലപ്പ് ചെയ്യുന്നതോടെ നോക്കിയാൽ നമുക്ക് സ്മാർട്ട് മണി, അതായത് ബേസിക്കലി ഓപ്പറേറ്ററിൻ്റെ പൈസ എങ്ങോട്ട് നീങ്ങുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും ശരിക്കും. എസ്പെഷ്യലി നമ്മൾ റിസൾട്ട് സീസണിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണിത്. ഇതിനോടൊപ്പം തന്നെയാണ് റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ ഒരു 10th സീസൺ സ്റ്റാർട്ട് ചെയ്യും. സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഏതെല്ലാം കമ്പനിയുടെ ബിസിനസ് റിപ്പോർട്ട്സ് ആണ് ഇൻ റിയാലിറ്റിയിൽ പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നുള്ള മാർക്കറ്റിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ബിസിനസ് റിപ്പോർട്ട് മാത്രം കണ്ടുകൊണ്ട് നമുക്കൊരിക്കലും ഒരു കമ്പനി അസസ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അതൊക്കെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ റിപ്പോർട്ട്സ് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അൺടിൽ വി ഗെറ്റ് ഇൻ അവർ ഹാൻഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് റിപ്പോർട്ട് കൈ കിട്ടുന്നവരെ നമുക്കൊരു ക്ലാരിറ്റി ഒരിക്കലും കിട്ടുന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയുന്നു. ശ്രദ്ധിക്കേണ്ട ആദ്യം CNS മിഡ് ആൻഡ് സ്മോൾ 400 എന്ന് പറയുന്ന ഇൻഡെക്സ് ഇന്ന് ഫസ്റ്റ് ടൈം ഫിബ് ലെവൽ അതിൻ്റെ ഹയസ്റ്റ് റെസിസ്റ്റൻസിൽ നിന്നും ആ ഹയസ്റ്റ് മൊമെൻറ്റം സോണിലേക്ക് കയറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റി കയറുന്നതിന് മുമ്പ് തന്നെ CNX മിഡ് ആൻഡ് സ്മോൾ 400 ഓൾറെഡി ഇന്ന് കയറി കഴിഞ്ഞു. ഇനി ഈ ക്യാൻഡലിൽ ഫോളോ അപ്പ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത കാര്യം. അത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. വോളിയം ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത കാര്യം. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള സെക്ടോറിയൽ ഇൻഡസ്ട്രീസും കൂടെ ഇതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു കയറിയാൽ മാത്രമേ ഓവറായിട്ടുള്ള മാർക്കറ്റ് ബ്രെത്ത് ബെസ്റ്റായിട്ട് വരത്തുള്ളൂ. ട്രെൻഡിലേക്ക് മാർക്കറ്റ് വീണ്ടും കംപ്ലീറ്റ് ട്രെൻഡിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. നിഫ്റ്റി മാത്രം ട്രെൻഡിലായിട്ട് കാര്യമില്ല. നിഫ്റ്റിയിൽ നമുക്കറിയാൻ സാധിക്കും HDFC ബാങ്കും റിലയൻസുമാണ് ഹയസ്റ്റ് ആയിട്ട് വെയിറ്റേജ് ഉള്ള 2 കമ്പനികൾ. സോ അത് ട്രെൻഡിലായി കഴിഞ്ഞാൽ നിഫ്റ്റി ട്രെൻഡിലായെന്നുള്ള ഒരു അർത്ഥം നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. എസ്പെഷ്യലി HDFC ബാങ്കിൻ്റെയും റിലയൻസിൻ്റെയും കൂട്ടുള്ള വെയിറ്റേജിൻ്റെ പുറത്ത് നിഫ്റ്റി സ്ക്യൂസ് ആയിരിക്കുന്ന കാഴ്ച പല സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ട്രെൻഡിനൊപ്പം തന്നെ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് 400 ഇതൊക്കെ ട്രെൻഡിലേക്ക് വന്നാൽ മാത്രമേ ഓവറോൾ ട്രെൻഡിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം GDP റിവിഷൻ വന്നു, ലിക്വിഡിറ്റി ക്രൈസിസ് നമുക്ക് ഒരു പരിധിവരെ മാറിക്കഴിഞ്ഞു, ബാങ്ക് ഇൻട്രസ്റ്റുകൾ കടമാനം കുറച്ചു. ഇതൊക്കെ മാർക്കറ്റിനെ ഹ്യൂജ്ലി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി മാനുഫാക്ചറിംഗ് ഡേറ്റ പ്രസൻറ്റ് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷമുള്ള ബെസ്റ്റ് ഡേറ്റയാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെ പൊതുവേ Q1 പൊതുവേ സോഫ്റ്റാണ്. ആ സോഫ്റ്റ് ആയിട്ടുള്ള Q1ൽ അത്ഭുതങ്ങൾ ധാരാളം കമ്പനിക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇങ്ങനത്തെ കമ്പനികളെ നേരത്തെ മനസ്സിലാക്കുക, ഇങ്ങനത്തെ കമ്പനികളുള്ള ബിസിനസ് റിപ്പോർട്ട്സ് നമ്മൾ ഫോളോ ചെയ്ത് മനസ്സിലാക്കുക. ഇങ്ങനെ കമ്പനി വരുന്ന ഒരു സ്മാർട്ട് മണിയുടെ മൂവ്മെൻറ്റ് നേരത്തെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചാൽ നമുക്കൊരു പരിധി വരെയൊക്കെ നമുക്ക് അടുത്ത സീസണിൽ
കിടക്കുന്നതിന് മുമ്പ് തന്നെ കുറേ കമ്പനികളെ നമുക്ക് വാൽ ലിസ്റ്റിലേക്ക് മാറ്റാൻ സാധിക്കും. ഈ വാൽസിൽ നിന്നുകൊണ്ട് തന്നെ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം ഏതെല്ലാം പെർഫോം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊരു അനാലിസിസ് വരെ ഐഡിയ കിട്ടും. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ക്രിട്ടിക്കൽ ഒരു പോയിന്റും കൂടെ പറയാം. നിഫ്റ്റി ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഒന്ന് വീണപ്പോഴത്തേക്കും ആ വീണ സമയത്തെ കൺസോളിഡേറ്റ് ചെയ്ത സെക്ടറുകൾ, കൺസോളിഡേറ്റ് ചെയ്ത കമ്പനികൾ വീഴുന്നതിന് പകരം കൺസോളിഡേറ്റ് ചെയ്യുന്നു. അത് കാണിക്കുന്ന സ്ട്രെങ്ത്തിനെയാണ്. ആ കൺസോളിഡേറ്റ് ചെയ്ത കമ്പനികളെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ കമ്പനികളൊക്കെ നിഫ്റ്റി കയറുന്ന സമയത്ത് ഒരു പക്ഷേ നല്ല റിസൾട്ട് ആണെങ്കിൽ നിഫ്റ്റിക്കൊപ്പം തന്നെ കയറാനുള്ള സാധ്യതകൾ ഉള്ള മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ തീർച്ചയായും അങ്ങനത്തെ ഒബ്സർവേഷൻസ് ആണ് നമ്മളെ നല്ല ട്രേഡറായിട്ട് നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു വീഡിയോ കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.